ഞാനിവിടെ പ്രേക്ഷകർക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ തെളിവ് എന്ന് പറയുന്നത് ഒരു സ്ക്രീൻഷോട്ടാണ്. അത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ്. പ്രേക്ഷകർക്ക് അത് കാണാം. ആ സ്ക്രീൻഷോട്ടിൽ കാണാവുന്നത് പോലെ ദിലീപിനെ പൂട്ടണമെന്നാണ് ആ സ്ക്രീൻഷോട്ടിൻ്റെ ടൈറ്റിലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതായത് അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് പെട്ടെന്ന് നോക്കിയാൽ അതിൽ ഉൾപ്പെടുന്ന ആളുകളുടെ പേര് ജസ്റ്റ് ഒന്ന് കാണാം. ആലപ്പി അഷ്റഫിനെ കാണാം, ആഷിഖ് അബുവിനെ കാണാം. പിന്നീട് അങ്ങോട്ട് വരുന്ന പല പേരുകളുമുണ്ട്. മലയാളത്തിലാണ് ഓരോ പേരുകളും ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്ന് കാണാം. അങ്ങനെ അതിൽ നടന്നൊരു ചാറ്റിൻ്റെ വിവരങ്ങൾ വരുന്നത് കാണുമ്പോൾ അതിനകത്ത് കാണാം ബി സന്ധ്യ ഉണ്ട്. അപ്പോൾ ബി സന്ധ്യ എന്തോ വോയിസ് ഇട്ടതായിട്ട് നമുക്കതിനകത്ത് കാണാൻ കഴിയും. ആദ്യം ഒരു 11 സെക്കൻഡുള്ള വോയിസ്, പിന്നീട് 9 സെക്കൻഡുള്ള വോയിസ്, പിന്നെ 7 സെക്കൻഡുള്ള വോയിസ്. അത് കഴിഞ്ഞ് മഞ്ജു വാര്യർ ഒരു 10 സെക്കൻഡുള്ള വോയിസ്, വീണ്ടും ഒരു 4 സെക്കൻഡ്, 5 സെക്കൻഡ്, ഇങ്ങനെ. അത് കൂടാതെ വീണ്ടും സന്ധ്യ ഒരു 5 സെക്കൻഡ്, ഇങ്ങനെ കുറേ വോയിസ് കൈമാറ്റം നടന്നതായിട്ട് അതിനകത്ത് ആ സ്ക്രീൻഷോട്ടിൽ കാണാം. എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഞാനിങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നില്ല എന്ന്. ഞാനും മഞ്ജു വാര്യരും ബി സന്ധ്യയും ടി ബി മിനിയും ഒക്കെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ രാപകൽ കുത്തിയിരുന്ന് ദിലീപിനെ പൂട്ടാൻ വേണ്ടി പണിയെടുക്കുക എന്നതാണ്. അതിനൊന്നുമുള്ള സമയം എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്.